സുഹൃത്തുക്കളെ, ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യവും അർത്ഥവും സംബന്ധിച്ച് ഇതിനു മുൻപിട്ടിരുന്ന വീഡിയോ ഒരു വലിയ വിജയമാക്കിയ പ്രേക്ഷകരിൽ നിന്നും പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പല ഭക്തജനങ്ങളുടെയും ആഗ്രഹമാണ് ദേവിക്കുള്ള വഴിപാടുകളായി നടത്തുന്ന കുത്തിയോട്ടത്തിന്റെയും താലപ്പൊലിയുടെയും ഐതിഹ്യവും അർത്ഥവും അറിയുക എന്നുള്ളത്. തങ്ങളുടെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാനും പലരും ആഗ്രഹിക്കാറുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാന വഴിപാടുകളാണ് കുത്തിയോട്ടവും താലപ്പൊലിയും. ഭക്തിനിർഭരമായ ഈ ആചാരങ്ങൾക്ക് പിന്നിൽ ഒരു ഐതിഹ്യവും ആഴത്തിലുള്ള അർത്ഥവുമുണ്ട്. കുത്തിയോട്ടം എന്നത് കുട്ടികൾ നടത്തുന്ന ഒരു കഠിന വ്രതാനുഷ്ഠാനമാണ്. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിയെ സഹായിച്ച ബാലന്മാരുടെ സ്മരണയ്ക്കായാണ് കുത്തിയോട്ടം നടത്തുന്നത്. യുദ്ധത്തിൽ ദേവിക്ക് വിജയം നേടിക്കൊടുക്കാൻ സഹായിച്ച സൈനികരുടെ പ്രതീകമാണ് ഇവർ. അതിനാൽ തന്നെ ദേവിയുടെ പടയാളികളായാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന ബാലന്മാരെ കണക്കാക്കുന്നത്. കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ദേവിയുടെ സേവകരാകാനുള്ള ആൺകുട്ടികളുടെ സമർപ്പണമാണ് പ്രകടമാക്കപ്പെടുന്നത്. ശാരീരികവും മാനസികവുമായ അച്ചടക്കം വളർത്തുക എന്നതാണ് ഇതിന്റെ ആന്തരികമായ അർത്ഥം. 7 ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് കർശനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ കുട്ടി തന്റെ അഹംഭാവം ഉപേക്ഷിച്ച് ദേവിക്ക് സമർപ്പിക്കപ്പെടുന്നു എന്നതാണ് കുത്തിയോട്ടത്തിലൂടെ നടപ്പാക്കപ്പെടുന്ന ഏറ്റവും മഹനീയമായ ആദർശം. വ്രതത്തിനൊടുവിൽ കുട്ടികളുടെ ശരീരത്തിൽ സ്വർണ്ണ നൂലോ വെള്ളി നൂലോ ബന്ധിപ്പിക്കുന്നു. ഇതിനെയാണ് ചൂരൽ കുത്തുക എന്ന് പറയുന്നത്. ഇത് ദേവിക്കായുള്ള ആത്മസമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. നിലവിൽ 10 വയസ്സു തികഞ്ഞ ബാലന്മാരെയാണ് കുത്തിയോട്ടത്തിനായി പങ്കെടുപ്പിക്കുന്നത്. പെൺകുട്ടികൾ നടത്തുന്ന വഴിപാടാണ് താലപ്പൊലി. ഐശ്വര്യത്തിനും സമാധാനത്തിനുമായി ദേവിയെ സ്വീകരിക്കുന്ന ചടങ്ങാണിത്. ഇതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകി ദേവിയെ ആ ദേശത്തെ സുമംഗലികളായ സ്ത്രീകളും കന്യകമാരും വിളക്കും പൂക്കളുമായി വരവേറ്റതിന്റെ പ്രതീകമാണിത് എന്ന് കരുതപ്പെടുന്നു. താലം എന്നാൽ താലിക അഥവാ പാത്രം എന്നാണ് അർത്ഥം. പൊലി എന്നാൽ വർദ്ധിപ്പിക്കുക എന്നുമാണ് അർത്ഥം. അതായത് ജീവിതത്തിൽ ഐശ്വര്യവും വെളിച്ചവും നിറയുന്നതിനായുള്ള പ്രാർത്ഥനയാണ് താലപ്പൊലി വഴിപാടിലൂടെ നടത്തപ്പെടുന്നത്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അരി, പൂക്കൾ, നാളികേരം, കത്തുന്ന വിളക്ക് എന്നിവ അടങ്ങിയ താലവും കയ്യിലേന്തി പെൺകുട്ടികൾ ദേവിയെ വണങ്ങുന്നു. പ്രധാനമായും 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് ഈ വഴിപാട് നടത്താറുള്ളത്. പൊങ്കാല ദിവസം വൈകുന്നേരം കുത്തിയോട്ടത്തിന്റെ ഭാഗമായ ചൂരൽകുത്തിനു ശേഷം ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ താലപ്പൊലിയേന്തിയ ബാലികമാരും അകമ്പടി സേവിക്കുന്നു. ഇത് ക്ഷേത്രത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യവും അർത്ഥവും വ്യക്തമാക്കുന്ന വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി അതിന്റെ ലിങ്ക് ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നമ്മുടെ ഭക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. ആ ആറ്റുകാൽ ദേവിയുടെ കൃപാകടാക്ഷം നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. വീണ്ടും ഇത്തരം വീഡിയോകൾ ലഭ്യമാകുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.